ഹലോ ഫ്രണ്ട്സ്, അയൺമാൻ 3യുടെ പാർട്ട് 1-ൽ നമ്മൾ കണ്ടത് തന്റെ പ്രിയപ്പെട്ട ബോഡി ഗാർഡായിരുന്ന ഹാപ്പി ഹോഗനെ മാൻഡറിന്റെ ആളുകൾ പരിക്കേൽപ്പിച്ചതറിഞ്ഞ് ടോണി സ്റ്റാർക്ക് ചൂടാവുന്നു. ഒരു പത്രസമ്മേളനത്തിൽ ടോണി സ്റ്റാർക്ക് മാൻഡറിനെതിരെ വെല്ലുവിളിക്കുന്നു. ഈ വെല്ലുവിളി മാൻഡറിൻ കാണുകയും ചെയ്യുന്നു. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് അതറിയാൻ വേണ്ടി വീഡിയോ കാണുക. സമയം കളയാൻ നമ്മൾക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എന്റെ പേര് അമിത്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂവി എക്സ്പ്ലെയിനർ. മാൻഡറിനെ വെല്ലുവിളിച്ചതിന് ശേഷം ടോണി സ്റ്റാർക്ക് തന്റെ മാലിബുവിലുള്ള വീട്ടിൽ വെച്ച് ജാർവിസിനോടൊപ്പം എന്തൊക്കെയോ പ്ലാനുകൾ ഉണ്ടാക്കുകയായിരുന്നു. ജാർവിസിന് പോലീസ്, FBI, ഷീൽഡ് തുടങ്ങിയവയുടെ ഡാറ്റാബേസ് പരിശോധിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. അങ്ങനെ മാൻഡറിനെ പറ്റി കിട്ടാവുന്ന വിവരങ്ങളൊക്കെ ശേഖരിച്ച് ജാർവിസ് ടോണി സ്റ്റാർക്കിന് കാണിച്ചു കൊടുക്കുന്നു. മാത്രമല്ല, അപകടം നടന്ന സ്ഥലത്തിന്റെ സാറ്റലൈറ്റ് ഇമേജ് എടുത്ത് അതിന്റെ 3D പ്രൊജക്ഷൻ ടോണി സ്റ്റാർക്കിന് കാണിച്ചു കൊടുക്കാനും ജാർവിസ് മറന്നില്ല. ജാർവിസ് പറയുന്നു, സർ, പൊട്ടിത്തെറി നടന്നതിന്റെ 10 മീറ്റർ ചുറ്റളവിലുള്ള എല്ലാവരും ആവിയായി പോയിരിക്കുന്നു. പക്ഷെ അവിടെ പൊട്ടിയ ബോംബിന്റെ യാതൊരു അവശിഷ്ടവും കണ്ടെത്താൻ സാധിക്കുന്നില്ല. ബോംബ് പൊട്ടിയിട്ടും എന്തുകൊണ്ടാണ് ബോംബിന്റെ അവശിഷ്ടങ്ങൾ കാണാത്തത്? ഈ കാര്യം ആലോചിച്ച് ടോണി തലപുണ്ണാക്കുന്നു. അപ്പോഴാണ് അവിടെ താഴെ വീണ് കിടന്ന ഒരു മാലയും അതിലുണ്ടായിരുന്ന ലോക്കറ്റും ടോണി കാണുന്നത്. ഒരു പട്ടാളക്കാരൻ ധരിക്കുന്നത് പോലെയുള്ള ലോക്കറ്റ് ആയിരുന്നു അത്. പൊട്ടിത്തെറി നടന്ന ഭാഗത്തെ താപനില 3000 ഡിഗ്രി സെൽഷ്യസിലധികമായിരുന്നു എന്ന് ടോണി കണ്ടുപിടിക്കുന്നു. ടോണി ജാർവിസിനോട് പറയുന്നു, ജാർവിസ്, കഴിഞ്ഞ 12 മാസത്തിനിടയ്ക്ക് എവിടെയൊക്കെയാണ് 3000 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ രേഖപ്പെടുത്തിയത് എന്ന് കാണിച്ചു തരൂ. ജാർവിസ് ഒരു പരിശോധന നടത്തി എവിടെയൊക്കെയാണ് 3000 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് കാണിച്ചു കൊടുക്കുന്നു. അതിൽ നിന്ന് മാൻഡറിന്റെ അറ്റാക്ക് അല്ലാത്തത് വേർതിരിച്ച് കാണിക്കാൻ ടോണി ജാർവിസിനോട് പറയുന്നു. ജാർവിസ് അത് കാണിച്ചു കൊടുത്തപ്പോഴാണ് ടോണി അസ്വാഭാവികമായിട്ടൊരു കാര്യം ശ്രദ്ധിച്ചത്. മാൻഡറിന്റെ അറ്റാക്ക് അല്ല എന്ന് പറഞ്ഞു കാണിച്ച ഒരു സ്ഥലത്തെ അറ്റാക്ക് മാൻഡറിൻ നടത്താറുള്ള അതേ പാറ്റേണിൽ കാണപ്പെട്ടു. അവിടെയും മരിച്ചത് ഒരു പട്ടാളക്കാരനായിരുന്നു. ചാഡ് ഡേവിസ് എന്നായിരുന്നു അയാളുടെ പേര്. ന്യൂസിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അയാൾ സ്വയം ആത്മഹത്യ ചെയ്യാനായിട്ട് ഒരു ബോംബ് പൊട്ടിക്കുകയും അതിന്റെ ഫലമായിട്ട് ചുറ്റുമുണ്ടായിരുന്ന 6 പേർ മരിച്ചു പോവുകയും ചെയ്തു എന്നാണ്. ഈ പട്ടാളക്കാരൻ കാരണം നടന്നു എന്ന് പറയുന്ന പൊട്ടിത്തെറിയുടെയും കുറച്ചു മുമ്പ് ചൈനീസ് തിയേറ്ററിൽ മാൻഡറിൻ നടത്തിയ പൊട്ടിത്തെറിയുടെയും താപനില ഏകദേശം അടുത്ത് നിൽക്കുന്നു എന്ന് ടോണി മനസ്സിലാക്കി. ഒരുപക്ഷെ ചാഡ് ഡേവിസിന്റെ ആത്മഹത്യയും പൊട്ടിത്തെറിയും മാൻഡറിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ടോണിക്ക് തോന്നി. ടെന്നസി എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു ഈ പൊട്ടിത്തെറി നടന്നത്. ടോണി ജാർവിസിനോട് ചോദിക്കുന്നു, ജാർവിസ്, നീ എപ്പോഴെങ്കിലും ടെന്നസിയിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? എന്നാൽ പോവാൻ റെഡി ആയിക്കോളൂ. അവിടെ പോയി അന്വേഷണം നടത്താൻ തന്നെ ടോണി തീരുമാനിച്ചു. പെട്ടെന്ന് ആരോ കോളിംഗ് ബെൽ അടിക്കുന്നു. ടോണി പറയുന്നു, എന്താണ് ജാർവിസ് ഇത്? ഒരു തീവ്രവാദിയെയാണ് വെല്ലുവിളിച്ചിട്ട് വന്നിരിക്കുന്നത്. ആർക്കും എപ്പോ വേണമെങ്കിലും വന്ന് കോളിംഗ് ബെൽ അടിക്കാവുന്ന ഒരു സുരക്ഷയാണോ നീ ഒരുക്കിയിരിക്കുന്നത്? എന്താണ് ജാർവിസ് ഇത്? ആരാണ് വന്നിരിക്കുന്നതെങ്കിലും അയാളെ സ്കാൻ ചെയ്യാൻ ടോണി ജാർവിസിനോട് പറയുന്നു. ടോണി ഒരു സുരക്ഷയ്ക്ക് വേണ്ടി തന്റെ മാർക്ക് 42 സ്യൂട്ട് ഇട്ട് അങ്ങോട്ട് പോകുന്നു. അവിടെ പോയി നോക്കിയപ്പോഴാണ് അത് മറ്റാരും ആയിരുന്നില്ല, പണ്ട് ആ ന്യൂ ഇയർ രാത്രിയിൽ വെച്ച് കണ്ട മായ ഹാൻസൺ ആയിരുന്നു. ടോണി പറയുന്നു, ഞാൻ കരുതി മാൻഡറിൻ ആയിരിക്കും. ബൈ ദ ബൈ, നിങ്ങൾ ആരാണ്? മായ ചോദിക്കുന്നു, ടോണി, നിനക്ക് എന്നെ ഓർമ്മയില്ലേ? ആ ന്യൂ ഇയർ രാത്രി അന്ന് ഞാൻ എന്റെ പ്ലാൻ ഒക്കെ നിന്നോട് എക്സ്പ്ലെയിൻ ചെയ്തത് നിനക്ക് ഓർമ്മയില്ലേ? ടോണി പറയുന്നു, ആക്ച്വലി ഇന്ന് രാവിലെ എന്താ കഴിച്ചതെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല സർ. ഇന്ന് രാവിലെ സാൻഡ്വിച്ച് ആണ് കഴിച്ചത് എന്ന് ജാർവിസ് ഓർമ്മിപ്പിക്കുന്നു. ടോണിയോട് സ്വകാര്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് മായ ഹാൻസൺ പറയുന്നു. ടോണി പറയുന്നു, പണ്ടായിരുന്നെങ്കിൽ ഞാൻ സമ്മതിച്ചേനെ, പക്ഷെ ഇപ്പൊ ഞാനൊരു നല്ല റിലേഷൻഷിപ്പിലാണ്. പെട്ടെന്ന് പെപ്പർ പോട്ട്സ് ബാഗൊക്കെ പാക്ക് ചെയ്തിട്ട് ഉടനെ അവിടെ നിന്ന് പോയേ പറ്റൂ എന്ന് പറയുന്നു. ഒരു തീവ്രവാദിയെ വെല്ലുവിളിച്ച സ്ഥിതിക്ക് ഇവിടെ നിൽക്കുന്നത് ശരിയല്ലെന്നായിരുന്നു പെപ്പറിന്റെ വാദം. പക്ഷെ ടോണിക്ക് അവിടെ നിന്ന് പോകാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. അതിന്റെ ഇടയ്ക്ക് മായ ഹാൻസന് പെപ്പർ പോട്ട്സ് കാണുന്നു. ഇതാരാണെന്ന് പെപ്പർ പോട്ട്സ് ടോണിയോട് ചോദിക്കുന്നു. ടോണി പെപ്പറിനോട് പറയുന്നു, പെപ്പർ, നീ എന്നെ തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട. ഇതെന്റെ ഗേൾഫ്രണ്ട് ഒന്നുമല്ല. ഞങ്ങൾ 13 വർഷം മുമ്പ് കണ്ടിട്ടേ ഉള്ളൂ, അതും ഒരു രാത്രി മാത്രം. ഇവളുടെ പേര് മായ ഹാൻസൺ എന്നാണ്. മായ പറയുന്നു, ഓ, അപ്പൊ എന്നെ മറന്ന പോലെ അഭിനയിച്ചതാണല്ലേ ടോണി. അപ്പൊ ഞാൻ ഇനി വന്ന കാര്യം പറയാമല്ലോ അല്ലേ? നീ വന്ന കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ, ആദ്യം ഞങ്ങൾ ഇവിടെ നിന്ന് പോവാൻ നോക്കട്ടെ എന്ന് പെപ്പർ പോട്ട്സ് പറയുന്നു. അങ്ങനെ ടോണിയും പെപ്പറും ചെറിയ രീതിയിൽ വഴക്കിട്ടുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കാണ് മായ ഹാൻസൺ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ക്യാമറയിലേക്ക് നോക്കിയപ്പോ എന്തോ ഒരു ചെറിയ സാധനം സ്റ്റാർക്കിന്റെ വീട്ടിലേക്ക് പാഞ്ഞു വരുന്നതാണ് മായ ഹാൻസൺ കണ്ടത്. മായ ടോണിയോട് ചോദിക്കുന്നു, ടോണി വഴക്ക് നിർത്ത്, ഒരു മിനിറ്റ് ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ഇത് നമ്മൾക്ക് അപകടമുള്ള എന്തെങ്കിലും ആണോ? ടോണിയും പെപ്പർ പോട്ട്സും തിരിഞ്ഞു നോക്കി. എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാവുന്നതിന് മുൻപേ അത് സംഭവിച്ചു. അതൊരു മിസൈൽ ബോംബായിരുന്നു. അത് അയച്ചത് മാൻഡറിന്റെ ആളുകളായിരുന്നു. ആ കൂട്ടത്തിൽ എറിക് സാവിനും ഉണ്ടായിരുന്നു. പെട്ടെന്നുണ്ടായ പൊട്ടിത്തെറി കാരണം ടോണിയും മായയും പെപ്പറും 3 ഭാഗത്തേക്ക് തെറിച്ചുപോയി. ഇങ്ങനെ തെറിച്ചു പോകുന്നതിന്റെ ഇടയ്ക്ക് ടോണി തന്റെ കൈകൾ ചലിപ്പിക്കുന്നു. എന്നിട്ട് നേരെ പെപ്പറിന്റെ അവിടേക്ക് ഡയറക്ഷൻ കാണിക്കുന്നു. നമ്മൾക്കറിയാവുന്നതുപോലെ മാർക്ക് 42 സ്യൂട്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടോണി വിചാരിക്കുന്നത് പോലെ അതിനെ നിയന്ത്രിക്കാൻ പറ്റും. ടോണി ആ സ്യൂട്ട് സ്വയം ഇടുന്നതിന് പകരം അത് പെപ്പർ പോട്ട്സിനെ ഇടിയിപ്പിക്കുന്നു.
പൊട്ടിത്തെറിയുടെ ശക്തി കാരണം ടോണിയുടെ വീട് പതുക്കെ പതുക്കെ ഇടിഞ്ഞു വീഴാൻ തുടങ്ങി. ചുവരിന്റെ കുറച്ച് കഷ്ണങ്ങൾ ടോണിയുടെ മേലേക്ക് വീഴാൻ പോകുമ്പോൾ പെപ്പർ വന്ന് ടോണി രക്ഷിക്കുന്നു. കാരണം സ്യൂട്ട് ഇപ്പോ പെപ്പറിന്റെ ശരീരത്തിലാണ്. പക്ഷെ മിസൈലുകൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരുന്നു. ടോണി പെപ്പറിനോട് പറയുന്നു, പെപ്പർ നീ ഇപ്പൊ തന്നെ മായ കൊണ്ട് പുറത്തു പോകണം. പക്ഷെ പെപ്പർ ഒരു നിമിഷം മടിച്ചു നിൽക്കുന്നു. ടോണി വീണ്ടും പറയുന്നു, പെപ്പർ ഇപ്പൊ നിന്റെ കയ്യിൽ സ്യൂട്ട് ഉണ്ട്, മായയെ രക്ഷിക്കാൻ നിനക്ക് പറ്റൂ. ഞാൻ എങ്ങനെയെങ്കിലും പുറത്തു വന്നോളാം, നിങ്ങൾ ഇപ്പൊ തന്നെ പുറത്തു പോകണം, അതാണ് സേഫ്. പെപ്പർ പോട്ട്സിന് സ്യൂട്ട് നിയന്ത്രിക്കാനൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഒരു വിധത്തിൽ അവൾ മായ ഹാൻസനെ കൊണ്ട് സുരക്ഷിതമായിട്ട് പുറത്തെത്തുന്നു. ഈ സമയത്ത് ടോണി സ്റ്റാർക്കിന്റെ വീട് പൊളിഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. പതുക്കെ പതുക്കെ ടോണിക്കും പരിക്ക് പറ്റി തുടങ്ങി. ടോണിക്ക് ആ വീടിന്റെ ഉള്ളിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. പെപ്പർ പോട്ട്സ് പുറത്ത് സുരക്ഷിതമായി എത്തിയെന്നുള്ള കാര്യം ജാർവിസ് ടോണിയോട് പറയുന്നു. പിന്നെ ടോണി ഒന്നും നോക്കിയില്ല. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ടോണി സ്റ്റാർക്കിന്റെ ഒരു അടിപൊളി സ്യൂട്ടപ്പ് ആണ്, മാർക്ക് 42 സ്യൂട്ടപ്പ്. പക്ഷേ സ്യൂട്ട് ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും വീട് മുഴുവനായിട്ട് ചെരിഞ്ഞു വീഴാൻ തുടങ്ങി. ടോണി പറക്കാൻ ശ്രമിക്കുന്നു, പക്ഷെ പറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു പ്രോട്ടോടൈപ്പ്, അതായത് ഒരു മാതൃകാ സ്യൂട്ട് മാത്രമായിരുന്നു. ആ സ്യൂട്ട് മുഴുവനായിട്ട് ആക്റ്റീവായി വരാൻ കുറച്ച് സമയം എടുക്കുമായിരുന്നു. എന്നാ പിന്നെ കയ്യിൽ നിന്ന് റോക്കറ്റ്സ് വിട്ട് മാൻഡറിന്റെ ആളുകൾ വന്ന ഹെലികോപ്റ്ററുകൾ പൊട്ടിക്കാമെന്ന് കരുതിയപ്പോ അതിനും പറ്റുന്നില്ല. അപ്പോൾ ടോണി സ്റ്റാർക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ തന്റെ കയ്യിൽ നിന്ന് ചെറിയൊരു റോക്കറ്റ് ഉരിയെടുത്ത് ഹെലികോപ്റ്ററിന് നേരെ എറിയുന്നു. എന്നിട്ട് തന്റെ റിപ്പൾസർ ബീം ഉപയോഗിച്ച് അതിനെ പൊട്ടിത്തെറിപ്പിക്കുന്നു. അങ്ങനെ ടോണി ഒരു ഹെലികോപ്റ്ററിന്റെ പണി തീർക്കുന്നു. പക്ഷേ ടോണിയുടെ വീട് മുഴുവനായി തകർക്കാൻ തീരുമാനിച്ചു തന്നെയായിരുന്നു അവർ വന്നിട്ടുണ്ടായിരുന്നത്. അവർ കയ്യിലുള്ള മിസൈലൊക്കെ ടോണിയുടെ വീട്ടിലേക്ക് വിടുന്നു. അങ്ങനെ പതുക്കെ പതുക്കെ ടോണിയുടെ വീട് മുഴുവനായി അടുത്തുള്ള വെള്ളത്തിലേക്ക് കൂപ്പുകുത്തുന്നു. ടോണിയുടെ വീടും അതിലെ ഉപകരണങ്ങളും ടോണിയുടെ റോബോട്ടുകളും സ്യൂട്ടുകളും ടോണിയുടെ വിലപിടിച്ച കാറുകളും മറ്റെല്ലാ സാധനങ്ങളും കൂടി ടോണിയുടെ ആ കൊട്ടാരം മൊത്തത്തിൽ ടോണിയോടൊപ്പം വെള്ളത്തിലേക്ക് അമർന്നു. ഒരു ഇലക്ട്രിക് വയർ ടോണിയുടെ കഴുത്തിൽ ചുറ്റിപ്പിടിക്കുന്നു. ടോണിയും സ്യൂട്ടും കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങളും എല്ലാം കൂടി വെള്ളത്തിന്റെ ആഴങ്ങളിലേക്ക് പോകുന്നു. ടോണിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം അപ്പോഴും സ്യൂട്ടിന് പറക്കാനുള്ള കഴിവ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ടോണി സ്യൂട്ടിനൊപ്പം ആഴങ്ങളിലേക്ക് പോയി പതിച്ചു. ടോണിയുടെ മേലേക്ക് കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ ഓരോന്നായി വന്നിരിക്കാൻ തുടങ്ങി. പതുക്കെ പതുക്കെ ടോണിയുടെ സ്യൂട്ടിന്റെ അനക്കം കുറയാൻ തുടങ്ങി. ടോണിയുടെ സ്യൂട്ടിലെ ലൈറ്റുകൾ ചെറുതായി അണയാൻ തുടങ്ങി. ടോണിയെ കാണാതെ പെപ്പർ വിഷമിച്ചു നിൽക്കുകയായിരുന്നു. കുറച്ചു നേരത്തിന് ശേഷം അവിടെ അലയടിച്ചുയർന്ന തിരകൾ ശാന്തമായി തുടങ്ങി. മാൻഡറിന്റെ സംഘം ടോണി തീർന്നെന്ന് കരുതി. പക്ഷേ തിരകൾക്കൊപ്പം ശാന്തമാവാൻ ടോണിക്ക് സമയമായിട്ടില്ലായിരുന്നു. ടോണി സ്റ്റാർക്കിനോട് ഒരു ദീർഘശ്വാസം എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് ജാർവിസ് ടോണിയെ പുറത്തെത്തിക്കുന്നു. അപ്പോഴേക്കും പറക്കാനുള്ള കഴിവും ഏകദേശം കിട്ടിക്കഴിഞ്ഞിരുന്നു. ടോണിയും സ്യൂട്ടും കൂടി പറന്നുയരുന്നു. ഈ കാഴ്ചയൊന്നും മാൻഡറിന്റെ ആളുകൾ കണ്ടില്ല. പെപ്പർ പോട്ട്സും ഇത് കണ്ടില്ല. അടുത്ത ദിവസത്തെ പത്രത്തിൽ മാൻഡറിനെ വെല്ലുവിളിച്ച ടോണി സ്റ്റാർക്ക് ദാരുണമായി കൊല്ലപ്പെട്ടു എന്ന വാർത്തയായിരുന്നു. പെപ്പർ പോട്ട്സ് ആണെങ്കിൽ ആകെ വിഷമത്തിലായിരുന്നു. അപ്പോഴും ടോണി ജീവനോട് ഉണ്ടാവുമെന്ന് തന്നെയായിരുന്നു പെപ്പറിന്റെ വിശ്വാസം. പക്ഷേ ടോണിയും സ്യൂട്ടും കൂടി എങ്ങോട്ടാണ് പോയത്? തന്റെ സ്യൂട്ടിലെ അലാറം കേട്ടാണ് ടോണി എണീക്കുന്നത്. അതായത് എവിടേക്കോ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ടോണി സ്റ്റാർക്കിന് ബോധമുണ്ടായിരുന്നില്ല. ടോണി സ്റ്റാർക്കിന്റെ സ്യൂട്ട് ഓട്ടോ പൈലറ്റ് മോഡിലായിരുന്നു. അതായത് സ്യൂട്ട് തന്നെ സഞ്ചരിച്ചോളും. ടോണി സ്റ്റാർക്ക് കണ്ണുകൾ തുറക്കുന്നു. ജാർവിസ് പറയുന്നു, സർ, നമ്മളുടെ സ്യൂട്ടിൽ ഇനി 5% ചാർജ് മാത്രമേ ഉള്ളൂ. നമ്മൾ താഴേക്ക് പോവുകയാണ്. ടോണി സ്റ്റാർക്കും സ്യൂട്ടും കൂടി അവിടെ അടുത്തുള്ള ഒരു ഗ്രാമത്തിലേക്ക് ചെന്ന് വീഴുന്നു. താൻ എവിടെയാണ് വന്നതെന്നോ എവിടേക്കാണ് വീഴുന്നതെന്നോ ടോണിക്ക് അറിയില്ലായിരുന്നു. ടോണി സ്റ്റാർക്ക് ജാർവിസിനോട് ചോദിക്കുന്നു, ജാർവിസ്, മഞ്ഞല്ലേ പെയ്യുന്നത്, നമ്മളിത് എവിടെയാണ്? ജാർവിസ് പറയുന്നു, സർ, നമ്മൾ ടെന്നീസിയിലുള്ള റോസ് ഹില്ലിലാണ് എത്തിയിരിക്കുന്നത്. ടോണിക്ക് ഇത് വിശ്വസിക്കാനായില്ല. ടോണി പറയുന്നു, ജാർവിസ്, നീ എന്താണ് പറയുന്നത്? നമ്മൾ പെപ്പർ പോട്ട്സിന്റെ അടുത്ത് നിന്ന് മൈലുകൾ അകലെയാണ്. ഇനി ആരാണ് അവളെ രക്ഷിക്കുക? നീ എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? നിന്നോട് ആര് പറഞ്ഞു എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ? സർ, നമ്മളുടെ നിരീക്ഷണങ്ങൾ അടിസ്ഥാനമാക്കി ഇങ്ങോട്ട് വരാനുള്ള പ്ലാൻ തയ്യാറാക്കണമെന്ന് സാർ പറഞ്ഞിരുന്നു, ഓർക്കുന്നില്ലേ? ടോണി ദേഷ്യത്തിൽ പറയുന്നു, എന്റെ പൊന്ന് ജാർവിസെ, ഒന്നുകിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ ആർക്ക് റിയാക്ടറിന്റെ തുമ്പത്ത്. ഈ സമയത്ത് ആരാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞത്? അതൊക്കെ പോട്ടെ, നീ എന്നെ ഇപ്പൊ സ്യൂട്ടിന്ന് പുറത്തെത്തിക്കും.
ടോണിക്ക്. അപ്പോഴേക്കും സ്യൂട്ടിന്റെ ചാർജ് ഏകദേശം തീർന്നു കഴിഞ്ഞിരുന്നു. ജാർവിസ് പറയുന്നു, സർ എനിക്ക് അല്പനേരത്തേക്ക് ഉറങ്ങാനുള്ള സമയമായിരിക്കുന്നു എന്ന് പറഞ്ഞ് സ്യൂട്ട് ഓഫ് ആവുന്നു. ടോണിക്ക് താൻ ആകെ ഒറ്റപ്പെട്ടു പോയതുപോലെ തോന്നുന്നു. ടോണി പറയുന്നു, ജാർവിസ് കൂട്ടുകാരാ, നീ എന്നെ വിട്ടു പോകരുത്, ഞാനിവിടെ ഒറ്റയ്ക്കാണ്. പക്ഷെ സ്യൂട്ടിന് അനക്കുണ്ടായിരുന്നില്ല. ടോണി ആ മഞ്ഞിലൂടെ സ്യൂട്ടിനെ വലിച്ചുകൊണ്ട് നടന്നു തുടങ്ങി. ടോണി അവിടെ അടുത്തുള്ള ഒരു ടെലിഫോൺ ബൂത്ത് കണ്ടുപിടിച്ച് പെപ്പറിനുള്ള ഒരു വോയിസ് മെസ്സേജ് അയക്കുന്നു. പെപ്പർ, ഇത് ഞാനാണ് ടോണി, ഞാനിപ്പോഴും ജീവനോടെ ഉണ്ട്. പിന്നെ നിന്നെ ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ കൊണ്ടുപോകേണ്ടി വന്നതിന് ഐ എം വെരി വെരി സോറി. ഇനി ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവില്ല. പിന്നെ ഒരു കാര്യത്തിനൂടി എനിക്ക് സോറി പറയാനുണ്ട്. ഞാൻ നിനക്ക് ക്രിസ്മസ് ഗിഫ്റ്റ് ആയിട്ട് തന്ന ടെഡി ബിയറിന് വലിപ്പം കൂടിപ്പോയെങ്കിൽ അതിനും കൂടി സോറി. ടോണി വീണ്ടും സ്യൂട്ട് വലിച്ചുകൊണ്ട് നടക്കുന്നു. എന്നിട്ട് ആരെയും കാണാത്ത ഒരു വീടിന്റെ ഷെഡിലേക്ക് കയറുന്നു. ആദ്യം തന്നെ ടോണി സ്യൂട്ടിനെ സുരക്ഷിതമായിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടിരുത്തുന്നു. പെട്ടെന്ന് അവിടേക്ക് ഒരു ചെറിയ പയ്യൻ കടന്നു വരുന്നു. അവൻ ടോണി സ്റ്റാർക്കിനെതിരെ ഒരു കളിത്തോക്ക് ചൂണ്ടിയിട്ട് താങ്കൾ ആരാണെങ്കിലും അനങ്ങരുത് എന്ന് പറയുന്നു. ടോണി പറയുന്നു, മോനെ നീ ആ കളിത്തോക്ക് കാണിച്ചിട്ടാണോ എന്നെ പഠിപ്പിക്കാൻ പോകുന്നത്? അത് കണ്ട് ടോണി പറയുന്നു, മോനെക്കുട്ട തോക്ക് വെച്ച് കളിക്കരുത്, തോക്ക് താഴേക്കിടാ. പെട്ടെന്നാണ് ആ കുട്ടി അയൺമാൻ സ്യൂട്ട് കാണുന്നത്. ഹാർലി ഉടനെ തന്നെ വളരെ എക്സൈറ്റഡ് ആവുന്നു. വാവ്, ഞാൻ ഈ കാണുന്നത് സത്യം തന്നെയാണോ? അയൺമാൻ സ്യൂട്ട് ഇതെങ്ങനെ ഇവിടെ എത്തി? അയൺമാൻ എന്താ അനങ്ങാത്തത്? അപ്പോൾ ടോണി പറയുന്നു, മോനെ ആക്ച്വലി അത് അയൺമാന്റെ സ്യൂട്ടാണ്, ഞാനാണ് അയൺമാൻ, എന്റെ പേര് ടോണി. അങ്ങനെ ഹാർലിയും ടോണിയും തമ്മിൽ പരിചയപ്പെടാൻ തുടങ്ങി. കുറച്ചു നേരം പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ടോണിക്ക് മനസ്സിലായി ഹാർലി എന്ന് പറയുന്ന കുട്ടി സയൻസിലൊക്കെ നല്ല താല്പര്യമുള്ള ഒരു കുട്ടിയാണെന്ന്. ഹാർലി പെട്ടെന്ന് അയൺമാൻ സ്യൂട്ടിലെ ഏതോ ഒരു പാർട്ട് ഊരിയെടുക്കുന്നു. ടോണി പറയുന്നു, മോനെ നീ ഇപ്പൊ വന്നിട്ടല്ലേ ഉള്ളൂ, അതിനുള്ളിൽ സ്യൂട്ട് നശിപ്പിക്കാൻ തുടങ്ങി. ഹാർലി പറയുന്നു, അപ്പോൾ ടോണിക്ക് ഇത് ശരിയാക്കാൻ അറിയില്ലേ? ടോണി ഒരു മെക്കാനിക് അല്ലേ? ടോണി ഒന്ന് ആലോചിച്ചിട്ട് പറയുന്നു, ശരിയാണ്, ബേസിക്കലി ഞാനൊരു മെക്കാനിക്കാണ്, കുഴപ്പമില്ല, ഞാൻ ശരിയാക്കിക്കോളാം. പിന്നെ നിന്റെ വീട്ടിലാരൊക്കെയുള്ളത്? ഹാർലി വിഷമത്തോടെ പറയുന്നു, ഞാനും അമ്മയും മാത്രമേ ഇപ്പോൾ ഇവിടെ താമസമുള്ളൂ. അമ്മ ഇപ്പൊ പുറത്തു പോയിരിക്കുക. ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളെ 6 വർഷം മുമ്പ് വിട്ടിട്ട് പോയി, ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ഹാർലി ചെറുതായിട്ട് വിഷമിക്കുന്നതുകൊണ്ട് ടോണി പറയുന്നു, മോനെ അതൊക്കെ സർവ്വസാധാരണമാണ്, അച്ഛന്മാരാകുമ്പോൾ വിട്ടിട്ട് പോവും, നമ്മളതൊന്നും നോക്കാതെ ജീവിച്ചു കാണിക്കണം. പിന്നെ ഒരു കാര്യം, എനിക്കിപ്പോൾ അത്യാവശ്യമായിട്ട് ഒരു ലാപ്ടോപ്പ്, ഒരു സെൽഫോൺ, അങ്ങനെ കുറെ സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് ടോണി പറഞ്ഞു കൊടുക്കുന്നു. ലാസ്റ്റ് ഒരു സാൻഡ്വിച്ചും കൂടി വേണം എന്ന് പറയുന്നു. ഹാർലി ചോദിക്കുന്നു, ഞാൻ എന്തിനാ ടോണിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത്? എനിക്കെന്താ ഗുണം? ടോണി പറയുന്നു, നിന്റെ പേര് ഹാർലി എന്നല്ലേ പറഞ്ഞത്? ഓക്കെ, ഹാർലിയെ സ്കൂളിൽ വെച്ച് ശല്യപ്പെടുത്തുന്ന ഒരുത്തനില്ലേ, ഏതെങ്കിലും ഒരുത്തിന് എന്തായാലും കാണുമല്ലോ, അവനെ പൂട്ടാനുള്ള ഒരു സാധനം ഞാൻ തരാം. എന്നിട്ട് ടോണി തന്റെ സ്യൂട്ടിലുള്ള ഫ്ലാഷ് ബോംബ്, അതായത് പെട്ടെന്ന് ആരെങ്കിലും വരുമ്പോ അവരൊന്ന് ഓടിപ്പിക്കാനായിട്ടുള്ള ചെറിയൊരു ഉപകരണം, അത് ഹാർലിക്ക് കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു, ഹാർലി ഇത് നോക്ക്, നിന്നെ ശല്യപ്പെടുത്താൻ വരുന്നവരുടെ അടുത്ത് ഈ സാധനം ഒന്ന് ഞെക്കി കാണിച്ചു കൊടുത്താൽ മതി, അവന്മാര് പിന്തിരിഞ്ഞോടിക്കോളും. ഇതാണ് ഞാൻ നിനക്ക് തരുന്ന ഗിഫ്റ്റ്. ഇതിന് പകരമായിട്ട് ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ നീ ഇപ്പൊ തന്നെ എനിക്ക് കൊണ്ടുതരണം. പിന്നെ സാൻഡ്വിച്ചിന്റെ കാര്യം മറക്കണ്ട. ഹാർലി അത് സമ്മതിക്കുന്നു. ഈ സമയത്ത് ടോണി സ്റ്റാർക്കിന്റെ ഇടിഞ്ഞു പൊളിഞ്ഞ വീട്ടിൽ പരിശോധന നടക്കുകയായിരുന്നു. അവിടെ ടോണി സ്റ്റാർക്കിന്റെ ഒരു ഹെൽമെറ്റ് കിടക്കുന്നുണ്ടായിരുന്നു, അതായത് അയൺമാൻ സ്യൂട്ടിലെ തലയുടെ ഭാഗം. അത് ഏകദേശം ഡാമേജ് ആയിരുന്നു. പക്ഷെ അതിലെന്തോ ഒരു ചുവപ്പ് ബീപ് ബീപ് ശബ്ദം കേട്ടപ്പോഴാണ് പെപ്പർ അത് നോക്കുന്നത്. പെപ്പർ ആ ഹെൽമെറ്റ് തന്റെ തലയിൽ വെക്കാൻ ശ്രമിക്കുന്നു. തനിക്കല്ലാതെ പെപ്പറിനും കൂടി അത് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അതായത് അത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ടോണി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് തലയിൽ വെച്ചപ്പോ പെട്ടെന്ന് ടോണി നേരത്തെ അയച്ച വോയിസ് മെസ്സേജ് പെപ്പർ കേൾക്കുന്നു. ടോണി മരിച്ചിട്ടില്ല എന്ന് മനസ്സിലായ പെപ്പറിന് വളരെ സന്തോഷമാവുന്നു. മായ ഹാൻസനും പെപ്പറും കൂടി ഒരുമിച്ച് കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് കാര്യം പറയാനാണ് മായ ടോണിയുടെ അടുത്തേക്ക് വന്നതെന്ന് പെപ്പർ ചോദിക്കുന്നു. മായ പറയുന്നു, ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് ടോണിയുടെ അടുത്തേക്ക് വന്നത്. എനിക്ക് തോന്നുന്നത് എന്റെ ബോസ് മാൻഡറിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ്. എന്റെ ബോസിന്റെ പേര് ആൽഡ്രിച്ച് ഗിലിയൻ എന്നാണ്. ആൽഡ്രിച്ച് ഗിലിയൻ മാൻഡറിന് വേണ്ടി വർക്ക് ചെയ്യുന്നെന്നോ? ഇത് കേട്ട് പെപ്പർ ഞെട്ടിപ്പോയി. അത് സത്യമായിരുന്നു. മാൻഡറിന്റെ താവളത്തിൽ നമ്മൾക്ക് ആൽഡ്രിച്ച് ഗിലിയനെയും കാണാൻ പറ്റുന്നു. കൂടെ തന്നെ എറിക് സാവിനും ഉണ്ടായിരുന്നു. ടോണി സ്റ്റാർക്കിനെയും വീടിനെയും ഇല്ലാതാക്കിയെന്ന് പറയുന്ന വാർത്ത കേട്ട് സുഖിക്കുന്ന ആൽഡ്രിച്ച് ഗിലിയനെയാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ഈ സമയത്ത് ടോണി ഹാർലിയുടെ കൂടെ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ടോണി പറയുന്നു, ഹാർലി സാൻഡ്വിച്ച് അടിപൊളിയായിരുന്നു, പിന്നെ നീ എനിക്ക് തന്ന ഡോറ വാച്ച് ഒരു രക്ഷയില്ല, ടെക്നോളജി ഇത്തിരി കൂടിപ്പോയെന്നാണ് എന്റെ സംശയം. മിസ്റ്റർ സ്റ്റാർക്ക്, എന്റെ കയ്യിൽ ബുജിയുടെ പടമുള്ള വേറൊരു വാച്ച് കൂടി ഉണ്ടായിരുന്നു, അത് വേണോ? പിന്നെ മിസ്റ്റർ സ്റ്റാർക്ക് ഡോറ ബുജി കാണാറുണ്ടോ? ഒന്നും മിണ്ടാണ്ട് നടക്കാൻ പറ്റുമോ നിനക്ക്? അങ്ങനെ പറയാനുള്ള ഒരു മൈൻഡ് ആയിരുന്നു ടോണി സ്റ്റാർക്കിന്. പക്ഷെ ഇപ്പൊ വേറെ ആശ്രയമൊന്നും ഇല്ലല്ലോ. ഹാർലി ടോണിയെ കൂട്ടി ആ പൊട്ടിത്തെറി നടന്ന സ്ഥലത്തേക്ക് എത്തുന്നു. അവിടെ പൊട്ടിത്തെറിക്ക് കാരണമായി എന്ന് പറയുന്ന ചാഡ് ഡേവിസ് അടക്കം 6 പേർ മരിച്ചുപോയി എന്നാണ് കണക്ക്. പക്ഷെ അവിടെ ആകെ 5 പേരുടെ നിഴലേ കാണാനുണ്ടായിരുന്നുള്ളൂ. അതായത് പൊട്ടിത്തെറി നടക്കുമ്പോൾ ആവിയായി പോയവരുടെ ഒരു നിഴലുണ്ടല്ലോ, അത് 5 എണ്ണമേ കാണാനുള്ളൂ. അപ്പൊ 6ാമത്തെ ആളുടെ എവിടെ? ഹാർലി പൊട്ടിത്തെറി നടന്ന സ്ഥലത്തെ ചെറിയ കുഴി നോക്കിയിട്ട് പറയുന്നു, മിസ്റ്റർ സ്റ്റാർക്ക്, എനിക്ക് ഈ കുഴി കാണുമ്പോൾ എന്താ ഓർമ്മ വരുന്നതെന്നറിയോ? ടോണി പറയുന്നു, വേണ്ട ഹാർലി, എനിക്കിപ്പോ അത് അറിയണ്ട. ടോണി, എനിക്കിത് കാണുമ്പോൾ ഓർമ്മ വരുന്നത് അന്ന് ന്യൂയോർക്കിൽ ഉണ്ടായിരുന്നില്ലേ വലിയൊരു പോർട്ടൽ, ഏലിയൻസ് ഒക്കെ വന്നത്, അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ടോണിക്കാണെങ്കിൽ ന്യൂയോർക്ക് ഏലിയൻസ് എന്നൊക്കെ കേട്ടാൽ തന്നെ എന്തോ പോലെയാവും. ടോണി പറയുന്നു, മോനെ നിന്നോടല്ലേ ഞാൻ പിന്നെ മലയാളത്തിൽ പറഞ്ഞത് വേണ്ടെന്ന്? അല്ല മിസ്റ്റർ സ്റ്റാർക്ക്, എനിക്കൊരു സംശയം, ഇനിയും ഏലിയൻസ് തിരിച്ചു വരുമോ?
എന്റെ പൊന്ന് ഹാർലി, ഒന്നും മിണ്ടാതിരിക്കാൻ പറ്റുമോ നിനക്ക്? നീ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കും. മിസ്റ്റർ സ്റ്റാർക്ക്, നിങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ച ഭ്രാന്താസ്ത്രീ പോയി കിടക്കേണ്ടി വരില്ലേ? നീ ഇപ്പൊ എന്നെ ഭ്രാന്ത് പിടിപ്പിച്ച് കഴിഞ്ഞു. ഇതാണ് കുഴപ്പം. നിനക്ക് വായടച്ചൊന്നും മിണ്ടാതിരിക്കാൻ പറ്റില്ലേ? മരിച്ച മിലിറ്ററി ഓഫീസർ ആയിട്ടുള്ള ചാഡ് ഡേവിസിന്റെ അമ്മയാണ് അയാൾക്ക് ആകെ കൂടി ഉണ്ടായിരുന്ന ബന്ധു. അവരെ എവിടെ ചെന്നാൽ കാണാൻ പറ്റുമെന്ന് ഹാർലിയോട് ടോണി ചോദിച്ച് മനസ്സിലാക്കുന്നു. അവിടെ അടുത്തുള്ള ഒരു ബാറിൽ അവരിയ്ക്കുന്നുണ്ടായിരുന്നു. ടോണി അങ്ങോട്ട് കയറി ചെല്ലുന്നു. അവന്റെ അമ്മയ്ക്ക് തന്റെ മകൻ ബോംബ് കൊണ്ട് ആത്മഹത്യ ചെയ്തെന്നും അതുവഴി 6 പേർ മരിച്ചെന്നും ഒക്കെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. അവർക്ക് തന്റെ മകനെ നല്ല വിശ്വാസമായിരുന്നു. ടോണി അവരോട് പറയുന്നു, മാഡം, നിങ്ങളുടെ മകൻ മരിച്ചതിൽ എനിക്ക് വളരെ വിഷമമുണ്ട്. അപ്പോൾ അയാളുടെ അമ്മ പറയുന്നു, നോക്ക്, ഇതൊക്കെ ഒരുപാട് പേർ എന്നോട് പറഞ്ഞു കഴിഞ്ഞു. എന്റെ മോൻ കുറ്റക്കാരനല്ല, അവനൊന്നും ചെയ്തിട്ടില്ല, അവൻ നിരപരാധിയാണ്. നിങ്ങൾ എന്നോട് ഒരു ഫയൽ കൊണ്ടുവരാൻ പറഞ്ഞില്ലേ, അത് മേടിക്കാനല്ലേ വന്നത്? ഇതാ ഫയൽ, കൊണ്ടുപോക്കോ. എന്നിട്ട് എന്റെ മകനെ കുറ്റക്കാരനാക്ക്, അപ്പൊ നിങ്ങൾക്കൊക്കെ സമാധാനമാവും. ടോണി അവരോട് പറയുന്നു, മാഡം, സത്യത്തിൽ ഈ ഫയൽ കൊണ്ടുവരാൻ പറഞ്ഞത് ഞാനല്ല. പക്ഷെ ടോണി ആ ഫയലൊന്ന് മറച്ചു നോക്കുന്നു. അപ്പോഴാണ് ടോണിക്ക് മനസ്സിലായത്, ഇവിടെ പൊട്ടിത്തെറിച്ചു എന്ന് പറയുന്ന മിലിറ്ററി ഓഫീസറും ഹാപ്പി ഹോഗന് പരിക്കേൽക്കാൻ കാരണമായ പൊട്ടിത്തെറി നടന്ന സ്ഥലത്തുണ്ടായിരുന്ന മിലിറ്ററി ഓഫീസറും അവരുടെ 2 പേരുടെയും ഫോട്ടോ ആ ഫയലിലുണ്ട്. ആ ഫയലിന്റെ മുകളിലായിട്ട് എയിം എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. എയിം, പണ്ട് ആൽഡ്രിച്ച് ഗില്ലിയം പറഞ്ഞ ആ കമ്പനി. പൊട്ടിത്തെറി നടന്ന സ്ഥലങ്ങളിൽ എന്തുകൊണ്ടാണ് ബോംബിന്റെ അവശിഷ്ടങ്ങൾ കാണാത്തതെന്ന് ടോണിക്ക് മനസ്സിലായി. ടോണി അവരോട് പറയുന്നു, മാഡം, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, പക്ഷേ നിങ്ങളുടെ മകൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിങ്ങളുടെ മകനെ ആരോ ഒരു ആയുധമായി ഉപയോഗിച്ചതാണ്. പെട്ടെന്ന് അവിടേക്ക് ഒരു ലേഡി കയറി വന്നിട്ട് ടോണിയെ തല പിടിച്ച് മേശയിലിരിക്കുന്നു. എന്നിട്ട് ടോണിയുടെ 2 കൈയും പിന്നി ചേർത്ത് വിലങ്ങു വെക്കുന്നു. പക്ഷെ അവിടെ ശരിക്കുള്ള ഒരു പോലീസുകാരൻ ഉണ്ടായിരുന്നു. അയാൾ ആ സ്ത്രീയോട് ചോദിക്കുന്നു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ ആ ലേഡി പറയുന്നു, ഞാൻ ഹോംലാൻഡ് സെക്യൂരിറ്റിയിൽ നിന്നാണ് വരുന്നത്. എനിക്ക് അത്യാവശ്യമായിട്ട് ഇയാളെ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പോലീസുകാരൻ പറയുന്നു, പക്ഷെ നിങ്ങളെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ, നിങ്ങളുടെ ID പ്രൂഫ് ഒന്ന് കാണിക്കാൻ പറ്റൂ. പെട്ടെന്നാണ് ടോണി അത് ശ്രദ്ധിച്ചത്. ആ ലേഡിയുടെ കൈ എന്തോ പോലെ മിന്നിത്തിളങ്ങാൻ തുടങ്ങി. അതായത് നേരത്തെ എറിക് സാവിനൊക്കെ ചെയ്യുന്നത് കണ്ടില്ലേ, അതുപോലെ കനൽ പോലെ ജ്വലിക്കാൻ തുടങ്ങി. ആ ലേഡി പോലീസുകാരനോട് പറയുന്നു, ഒരു പ്രശ്നം വേണ്ടെന്ന് ഞാനും തീരുമാനിച്ചതാ, പക്ഷെ നിങ്ങളായിട്ട് പ്രശ്നത്തിലേക്ക് വരികയാണ്, പിന്നെ ഞാൻ എന്താ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് അവളുടെ ചൂട് പിടിച്ച കൈകൾ കൊണ്ട് നിമിഷത്തിനുള്ളിൽ ആ പോലീസുകാരനെ കൊന്നുകളയുന്നു. ടോണിക്ക് മനസ്സിലായി ഈ ലക്ഷണം കണ്ടിട്ട് അത്ര പന്തിയല്ലെന്ന്. പട്ടാളക്കാരന്റെ അമ്മയോട് പെട്ടെന്ന് ഫയൽ എടുത്ത് കാണാതെ വെച്ചോ എന്ന് പറഞ്ഞിട്ട് ടോണി പുറത്തേക്ക് ഓടുന്നു. ആ ലേഡിയുടെ ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടിയിട്ട് നിനക്ക് പറ്റുമെങ്കിൽ എന്നെ പിടിക്കാൻ നോക്കെന്ന് പറഞ്ഞിട്ടാണ് ടോണി ഓടുന്നത്. പെട്ടെന്ന് ടോണിയുടെ മുന്നിലേക്ക് എറിക് സാവിൻ ഒരു കാറിൽ വന്നിറങ്ങുന്നു. എന്നിട്ട് ടോണിയെ വെടിവെക്കാൻ നോക്കുന്നു. ടോണി ഒരു തരത്തിൽ ചാടി രക്ഷപ്പെട്ടു. എറിക് സാവിന്റെ ഉന്നം തെറ്റിക്കാൻ ഹാർലിയും ശ്രമിച്ചു. പക്ഷെ ആ ലേഡിക്ക് ടോണിയെ വിട്ടുപോകാൻ മനസ്സുണ്ടായിരുന്നില്ല. അവർ ടോണിയുടെ പിന്നാലെ കൂടി. പിന്നെ നമ്മൾ കാണുന്നത് ടോണിയും ആ ലേഡിയും കൂടിയുള്ള ഒരു ഫൈറ്റാണ്. ടോണി അവിടെ തീ കത്തിച്ചിട്ടും ആ ലേഡിക്ക് ആ തീ കൂടെ നടക്കുമ്പോൾ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. പക്ഷെ ടോണിയുടെ പ്ലാൻ അറിയാതെയാണ് അവൾ അങ്ങോട്ട് കയറി വന്നത്. ടോണി അവിടെ കുക്കിംഗ് ഗ്യാസ് തുറന്നു വിട്ടിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അവിടെ ഓവനിൽ തീപ്പൊരി ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാധനവും ടോണി ഇട്ടിട്ടുണ്ടായിരുന്നു. ടോണി പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഓടി. ആ ലേഡിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നതിന് മുൻപേ പൊട്ടിത്തെറി നടന്നു. അവൾ എങ്ങോട്ടോ തെറിച്ചുപോയി. പക്ഷേ എറിക് സാവിൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അയാൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ തന്റെ കനല് പോലത്തെ കൈകൾ ഉപയോഗിച്ച് അവിടെ ഉണ്ടായിരുന്ന വലിയൊരു ടാങ്ക്, ആ ടാങ്ക് മൊത്തം വെള്ളമായിരുന്നു, അത് ടോണി സ്റ്റാർക്ക് നിൽക്കുന്ന സ്ഥലത്തേക്ക് മറിച്ചങ്ങോട്ട് ഇടുന്നു. അത് കാരണം ടോണി സ്റ്റാർക്കിന്റെ കാല് എന്തിന്റെയോ അടിയിൽ കുരുങ്ങി പോകുന്നു. പെട്ടെന്ന് എറിക് സാവിൻ ഹാർലിയെ കൈ പിടിച്ചങ്ങോട്ട് വരുന്നു. എറിക് സാവിൻ പറയുന്നു, മിസ്റ്റർ സ്റ്റാർക്ക്, അങ്ങനെ താൻ സ്യൂട്ടില്ലാതെ മുന്നിലെത്തി.
തന്നെ വെടിവെച്ചപ്പോ എന്റെ കയ്യിലിരിക്കുന്ന ഈ പയ്യൻ തന്നെ രക്ഷിക്കുന്നത് ഞാൻ കണ്ടു. അപ്പൊ തനിക്ക് വേണ്ടപ്പെട്ട ആരോ ആണ് ഇവൻ അല്ലെ? താനിപ്പോ ആ ഫയൽ എനിക്ക് തന്നില്ലെങ്കിൽ ഈ ചെക്കന്റെ തല വെച്ച് ഞാൻ ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കും. ഒരു നിമിഷം ആലോചിച്ചിട്ട് ടോണി ഹാർലിയോട് പറയുന്നു, ഹാർലി, നിന്നെ ശല്യപ്പെടുത്താൻ വരുന്നവരെ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? പെട്ടെന്നാണ് ഹാർലിക്ക് ടോണി സ്റ്റാർക്ക് തന്നിരുന്ന ആ ഫ്ലാഷ് ബോംബിന്റെ കാര്യം ഓർമ്മ വന്നത്. അവൻ ആ ചെറിയ ഡിവൈസ് പോക്കറ്റിൽ നിന്ന് എടുത്ത് ഉടനെ എറിക്സാവിന്റെ മുഖത്തേക്ക് മിന്നിക്കുന്നു. പെട്ടെന്ന് എറിക്സാവിൻ അവനെ വിട്ടു. ഹാർലി അവിടെ നിന്ന് കുറച്ച് ദൂരത്തേക്ക് ഓടി. ടോണി സ്റ്റാർക്കിന്റെ ഒരു അടിപൊളി ഡയലോഗാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. ടോണി പറയുന്നു, അല്ലെങ്കിലും ബുദ്ധിയുള്ളവർ അങ്ങനെയാണ്, അവർക്ക് എപ്പോഴും സ്വയം രക്ഷിക്കാൻ അറിയാം. എന്നിട്ട് തന്റെ അയൺമാൻ സ്യൂട്ടിൽ നിന്ന് സ്വയരക്ഷയ്ക്ക് വേണ്ടി എടുത്തു വെച്ചിരുന്ന റിപ്പൾസർ ബീമിന്റെ ഒരു പാർട്ട് എടുത്ത് ടോണി നേരെ അവന്റെ മുഖത്തേക്ക് ഒറ്റ പ്രയോഗിക്കൽ. അതുകൊണ്ട് അവന്റെ മുഖം ഏകദേശം കരിഞ്ഞു പോകുന്നു. അവൻ നിലത്ത് വീണത് കണ്ട സ്റ്റാർക്ക് സമയം കളയാതെ ഹാർലിയുടെ അടുത്തേക്ക് പോകുന്നു. ഹാർലി പറയുന്നു, മിസ്റ്റർ ടോണി, എന്നോട് നന്ദിയൊന്നും പറയണ്ട കേട്ടോ. ടോണി വെറുതെ പറയുന്നു, മോനെ, അതിനാദ്യം ഞാനല്ലേ നിന്നെ രക്ഷിച്ചത്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു തരാം, ആർക്കെങ്കിലും എന്തെങ്കിലും ഹെൽപ്പ് ചെയ്താൽ അതിന്റെ പേരും പറഞ്ഞുകൊണ്ട് നടക്കരുത്, കേട്ടല്ലോ? ഹാർലി ടോണിയോട് പറയുന്നു. ഓക്കെ മിസ്റ്റർ സ്റ്റാർക്ക്, എനിക്ക് താങ്ക്സ് ഒന്നും വേണ്ട, പക്ഷേ എന്നെ താങ്കളുടെ കൂടെ കൊണ്ടുപോകാൻ പറ്റുമോ? കാരണം താങ്കൾക്ക് എന്നെ ഇപ്പോൾ ആവശ്യമാണ്. എനിക്ക് തോന്നുന്നത് മിസ്റ്റർ സ്റ്റാർക്കും ഞാനും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്നാണ്. ടോണി പറയുന്നു, മോനെ, നീ ഇപ്പൊ എന്റെ കൂടെ വന്നാൽ ശരിയാവില്ല. നീ ഒരു കാര്യം ചെയ്യ്, നീ എന്റെ സ്യൂട്ട് ചാർജ് ആവുന്നുണ്ടോ എന്ന് ശരിക്കും നോക്ക്. പിന്നെ ഞാൻ എപ്പോ ഫോൺ വിളിച്ചാലും എടുക്കണം. തൽക്കാലം നീ ഇപ്പൊ അമ്മയുടെ കൂടെ പൊക്കോ. എന്നിട്ട് ടോണി ഒരു കാറി കയറി പോവാൻ നോക്കുന്നു. എറിക്സാവിൻ വന്നിറങ്ങിയ കാറായിരിക്കണം അത്. ടോണി പറയുന്നു, മോനെ, വഴിന്ന് മാറ്, ഇല്ലെങ്കിൽ പുറത്തുകൂടെ കാർ കയറ്റേണ്ടി വരും. പക്ഷെ പാവം പയ്യനല്ലെന്ന് കരുതി ടോണി സ്റ്റാർക്ക് ഗ്ലാസ് താഴ്ത്തിയിട്ട് പറയുന്നു, ഹാർലി, ഞാൻ അങ്ങനെ താങ്ക്സ് ഒന്നും പറയാറില്ല, പക്ഷെ നീ എനിക്കിന്ന് ചെയ്തു തന്നത് വലിയൊരു സഹായമാണ്. ഹാർലിക്ക് ടോണിയുടെ കൂടെ പോകണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഹാർലി ടോണിയെ ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തുടങ്ങുന്നു. ഹാർലി പറയുന്നു, മിസ്റ്റർ സ്റ്റാർക്ക്, എന്റെ അച്ഛൻ എന്നെ വിട്ടിട്ട് പോയതുപോലെ നിങ്ങൾ എന്നെ വിട്ടിട്ട് പോവുകയാണോ? ടോണി പറയുന്നു, അതെ മോനെ. ഹാർലി പറയുന്നു, സ്റ്റാർക്ക്, എനിക്ക് തണുത്തിട്ട് പാടില്ല. ടോണി പറയുന്നു, മോനെ, നിനക്ക് തണുക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എങ്ങനെയാണെന്ന് അറിയോ? കാരണം നമ്മൾ കണക്റ്റഡ് അല്ലട കുട്ട എന്ന് പറഞ്ഞിട്ട് ടോണി കാർ എടുത്തു പോകുന്നു. ടോണിക്കും ഹാർലിയെ കൊണ്ടുപോകാനൊന്നും പറ്റില്ല. കാരണം ടോണി പോകുന്നത് ഒരുപാട് പ്രശ്നങ്ങളുടെ നടുക്കിലേക്കാണ്. ഒരുപാട് അപകടങ്ങളാണ് ടോണിയെ കാത്തിരിക്കുന്നതെന്ന് ടോണിക്ക് അറിയാം. പിന്നെ തന്റെ സ്യൂട്ട് ചാർജ് ചെയ്യാൻ വെച്ചിരിക്കുന്നതും ഹാർലിയുടെ വീട്ടിലാണ്. ഹാർലിയെ കൊണ്ടുപോയാൽ അമ്മ പേടിക്കില്ലേ? ഇതുകൊണ്ടൊക്കെയാണ് ഹാർലിയെ ചെറുതായിട്ട് കളിയാക്കുന്നത് പോലെ പറഞ്ഞിട്ട് ടോണി അവിടുന്ന് പോകുന്നത്. ഈ സമയത്ത് ഹാർലി അഭിനയം വേസ്റ്റായി, ഒത്തില്ല എന്നുള്ള ഭാവത്തിൽ അവിടുന്ന് പോകുന്നു. ഈ സമയത്ത് മുഖം കത്തിക്കരിഞ്ഞു കിടന്ന എറിക്സാവിൻ വീണ്ടും എനിക്കുന്നു. അവന്റെ മുഖം വീണ്ടും ശരിയായി. ഇങ്ങനെ കനല് പോലെ ജ്വലിക്കുന്ന ആൾക്കാരില്ലേ, അവരുണ്ടാക്കുന്നത് നമ്മൾ ആദ്യത്തെ പാർട്ടിൽ പറഞ്ഞ എക്സ്ട്രീമിസ്റ്റ് എന്ന് പറയുന്ന സെറം ഉപയോഗിച്ചാണ്. ഇവരെയൊക്കെ നമ്മൾക്ക് എക്സ്ട്രീമിസ്റ്റ് എന്ന് വിളിക്കാം. ഈ എക്സ്ട്രീമിസ്റ്റ് പ്രൊജക്ട് കണ്ടുപിടിച്ചത് മായ ഹാൻസൺ ആണ്. മായ ഹാൻസൺ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ആൽഡ്രിച്ച് കിലിയന് വേണ്ടിയാണ്. എറിക്സാവിൻ വർക്ക് ചെയ്യുന്നതും ആൽഡ്രിച്ച് കിലിയന് വേണ്ടിയാണ്. ആൽഡ്രിച്ച് കിലിയൻ വർക്ക് ചെയ്യുന്നതോ തീവ്രവാദിയായിട്ടുള്ള മാൻഡറിന് വേണ്ടി. ഇപ്പൊ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായില്ലേ? ടോണിക്ക് സത്യത്തിൽ ഇപ്പൊ എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇനി എന്താണ് സംഭവിക്കുക? തന്നോട് ഇങ്ങനെയൊക്കെ ചെയ്ത മാൻഡറിനോട് പകരം ചോദിക്കാൻ ടോണി സ്റ്റാർക്കിന് പറ്റുമോ? അതോ ടോണി സ്റ്റാർക്കിനെ അവർ കൊന്നുകളയോ? എന്താണ് മാൻഡറിന്റെയും ആൽഡ്രിച്ച് കിലിയന്റെയും പദ്ധതികൾ? ഇതൊക്കെ അറിയാൻ വേണ്ടി അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുക. അധികം വലിച്ചു നീട്ടുന്നില്ല. സോ വൺസ് അഗൈൻ, ഇറ്റ്സ് മീ അമിത്, സൈനിങ് ഔട്ട്.